ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ലയബിലിറ്റി മേ ഓർ മേ നോട്ട് എറേസ് ഇൻ ഫ്യൂച്ചർ ആഫ്റ്റർ ഹാപ്പനിങ് ഓഫ് സർട്ടൈൻ ഇവൻറ്റ്സ്. Liability may or may not arise in future after happening of certain events dash liability. ഇതിൻ്റെ ഓപ്ഷൻസ് എന്താ തന്നിട്ടുള്ളത്? റിയൽ, ഫ്യൂച്ചർ, കണ്ടീജൻറ്റ് ആൻഡ് നൺ ഓഫ് ദീസ്. ഏത് ആൻസർ വരിക? ലയബിലിറ്റി മേ ഓർ മേ നോട്ട് എറൈസ് ഇൻ ഫ്യൂച്ചർ. ഫ്യൂച്ചറിൽ സംഭവിക്കാം, സംഭവിക്കാതിരിക്കാം അല്ലേ? ഏതാണ്? അതെ, കണ്ടീജൻറ്റ് ലയബിലിറ്റിയാണ് വരുന്നത്. കണ്ടീജൻറ്റ് ലയബിലിറ്റി എന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയില്ലേ? ലയബിലിറ്റി വിച്ച് മേ ഓർ മേ നോട്ട് ഒക്കർ ഇൻ ഫ്യൂച്ചർ അല്ലേ? ചിലപ്പോൾ ഫ്യൂച്ചറിൽ സംഭവിക്കാനും സംഭവിക്കാതിരിക്കാനുള്ള ചാൻസ് ഉള്ള ലയബിലിറ്റിനെയാണ് നമ്മൾ കണ്ടീജൻറ്റ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഈ കണ്ടീജൻറ്റ് ലയബിലിറ്റി നമ്മൾ എവിടെയാണ് കാണിക്കുന്നത്? നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ കണ്ടീജൻറ്റ് ലയബിലിറ്റി നമ്മൾ എവിടെയാണ് കാണിക്കുക? പ്രിൻസിപ്പിൾസ് എടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഫുഡ് നോട്ടായിട്ട് കാണിക്കും അല്ലേ? അത് ഏത് പ്രിൻസിപ്പിളിൻ്റെ ബേസിലാണ്? ബാലൻസ് ഷീറ്റിൽ ഫുഡ് നോട്ടായിട്ട് നമ്മൾ കണ്ടീജൻറ്റ് ലയബിലിറ്റി കാണിക്കും. അതിനൊരു പ്രിൻസിപ്പിളിൻ്റെ ബേസിലാണ് നമ്മൾ അത് കാണിക്കുന്നത്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത പ്രിൻസിപ്പിൾ ഏതാ വരുന്നത്, അല്ലെങ്കിൽ അക്കൗണ്ടിങ് കോൺസെപ്റ്റ് ഏതാ വരുന്നത്? ഫുൾ ഡിസ്ക്ലോഷർ. ഓക്കെ, അപ്പോൾ ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ടാണ് കണ്ടീജൻറ്റ് ലയബിലിറ്റി നമ്മൾ ബാലൻസ് ഷീറ്റിൽ ഫുഡ് നോട്ടായിട്ട് കാണിക്കുന്നത്. ഓക്കെ, then second question, concession in connection with the retirement of bill of exchange. Concession in connection with the retirement of bill of exchange. Bill of exchange, retirement of bill of exchangeനെ നമ്മൾ കൺസെഷൻ ആയിട്ട് കൊടുക്കുന്നതിന് പറയുന്ന പേരെന്താണ്? ഡിസ്കൗണ്ട്, റിബേറ്റ്, ബാങ്ക് ചാർജ് ഓർ നൺ ഓഫ് ദീസ്. ഏതാ വരിക? റിബേറ്റ് ആണല്ലേ. ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. നമ്മൾ ശ്രുതി മിസ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അത് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. റിട്ടയറിംഗ് ഓഫ് ബില്ലാവുമ്പോൾ അതിന് വരുന്ന കൺസെഷൻ ആണ് റിബേറ്റ് എന്ന് പറയുന്നത്. റിട്ടയറിംഗ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മെച്യൂരിറ്റി ആവുന്നതിന് മുമ്പ് തന്നെ ബില്ല് കൈമാറുക അല്ലേ? ബില്ല് മാറിയിട്ട് എമൗണ്ട് സ്വീകരിക്കുന്നതിനെയാണ് നമ്മൾ റിട്ടയർമെൻറ്റ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് കൊടുക്കുന്ന കൺസെഷനാണ് റിബേറ്റ്. സ്പീഡ് ഓക്കെ ആണോ നിങ്ങൾക്ക്? സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ പറയണേ. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്, അധികം നമുക്ക് ഡിസ്കസ് ചെയ്യാനൊന്നും ഇല്ല ഇതിൽ. പൊതുവെ എല്ലാം അറിയുന്ന ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ, കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഈസ് എ ഡാഷ് അക്കൗണ്ട്. കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഈസ് എ ഡാഷ് അക്കൗണ്ട്. ഓപ്ഷൻസ് പേഴ്സണൽ, റിയൽ, നോമിനൽ ഓർ നൺ ഓഫ് ദീസ്. കൺസൈൻമെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഏത് അക്കൗണ്ടാണ്? കൺസൈൻമെൻറ്റ് അക്കൗണ്ട്, അതെ അല്ലേ, നോമിനൽ അക്കൗണ്ടാണ് കൺസൈൻമെൻറ്റ് അക്കൗണ്ട്. കൺസൈൻമെൻറ്റ് എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ, ഡീറ്റെയിൽ ആയിട്ട് തന്നെ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ 2 പാർട്ടീസ് വരുന്നുണ്ട്, കൺസൈനർ ആൻഡ് കൺസൈനി എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇതിലെന്താ ചെയ്യുന്നത്? ഒരു പേഴ്സൺ എന്ത് ചെയ്യാണ്? ഗുഡ്സ് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റേ ആൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് അല്ലേ? ഓക്കെ, നിങ്ങൾക്ക് ഏതെങ്കിലും ഡൗട്ട് ഉണ്ട് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പറയാട്ടോ. ഞാനെല്ലാം ഈസി ആയതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. കൺസൈൻമെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? നോമിനൽ അക്കൗണ്ട് ആണ്. അത് എന്തുകൊണ്ടാണ് നോമിനൽ അക്കൗണ്ട് വന്നത്? അതിൽ ഡീൽ ചെയ്യുന്നത് എക്സ്പെൻസസും ഇൻകംസും ആണ് അല്ലേ? അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് പകരമാണ് കൺസൈൻമെൻറ്റിൽ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് നോമിനൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നാലാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫറൻസ് ബിറ്റ്വീൻ കറണ്ട് അസറ്റ് ആൻഡ് കറണ്ട് ലയബിലിറ്റീസ്. ഏകദേശം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഡിഫറൻസ് ബിറ്റ്വീൻ കറണ്ട് അസറ്റ് ആൻഡ് കറണ്ട് ലയബിലിറ്റീസ്. കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി എന്താണ്? ഓപ്ഷൻസ് വർക്കിംഗ് ക്യാപിറ്റൽ, ഇക്വിറ്റി, സർക്കുലേറ്റിംഗ് ക്യാപിറ്റൽ ഓർ നൺ ഓഫ് ദീസ്. അതെ, വർക്കിംഗ് ക്യാപിറ്റൽ ആണല്ലേ. കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസിന് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്നാണ് പറയാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്രെഡിറ്റ് നോട്ട് ഈസ് പ്രിപ്പയർഡ് ബൈ. ക്രെഡിറ്റ് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത് ആരാണ്? ക്രെഡിറ്റ് നോട്ട് ഈസ് പ്രിപ്പയർഡ് ബൈ. ഓപ്ഷൻസ് ഡെപ്റ്റർ, ക്രെഡിറ്റർ, ബയ്യർ, സെല്ലർ. സെല്ലറാണ് അല്ലേ. ആർക്കെങ്കിലും ഇനി അറിയാത്തതുണ്ടെന്നുണ്ടെങ്കിൽ പറയണേ. ഇതെല്ലാം അറിയുന്നതായതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത് കേട്ടോ.
ഓക്കെ, സെല്ലറാണ് ക്രെഡിറ്റ് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ക്രെഡിറ്റ് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത് സെല്ലറാണ്. ഏത് സമയത്താണ് ഈ ക്രെഡിറ്റ് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത്? ഏത് ട്രാൻസാക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ക്രെഡിറ്റ് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത്? ക്രെഡിറ്റ് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത് സെയിൽസ് റിട്ടേണിന്റെ സമയത്താണ്. അപ്പോൾ ഡെബിറ്റ് നോട്ടോ? ഡെബിറ്റ് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത് ആരാണ്? ഡെബിറ്റ് നോട്ട് രണ്ടും മാറിപ്പോവരുതേ. ഡെബിറ്റ് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത് ബയ്യർ ആണ്. പർച്ചേസ് റിട്ടേണിന്റെ സമയത്ത് പ്രിപ്പയർ ചെയ്യുന്നതാണ് ഡെബിറ്റ് നോട്ട്. സെയിൽസ് റിട്ടേണിന്റെ സമയത്ത് പ്രിപ്പയർ ചെയ്യുന്നത് ക്രെഡിറ്റ് നോട്ട്. അത് പ്രിപ്പയർ ചെയ്യുന്നത് സെല്ലർ ആണ്. ഡെബിറ്റ് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത് ബയ്യർ ആണ് പർച്ചേസ് റിട്ടേണിന്റെ സമയത്ത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ ആറാമത്തെ ക്വസ്റ്റ്യൻ. ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് ആർ നോർമലി മെയിൻറ്റെയിൻഡ് ബൈ. ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് ആർ നോർമലി മെയിൻറ്റെയിൻഡ് ബൈ ഓപ്ഷൻസ് പാർട്ട്ണർഷിപ്പ്, സോൾ ട്രേഡേഴ്സ്, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ഓർ നൺ ഓഫ് ദീസ്. ഇതിലേതാ വരുന്നത്? ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് എവിടെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് സോൾ ട്രേഡേഴ്സ് ആണല്ലേ. സോൾ ട്രേഡേഴ്സ് ആണ് ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. കാരണം അവർ ഫോളോ ചെയ്യുന്നത് എന്താണ്? സിംഗിൾ എൻട്രി സിസ്റ്റം ആണ്. അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ റെക്കോർഡ്സ് എന്താണ്? ഇൻകംപ്ലീറ്റ് ആണ്, ഒരിക്കലും കംപ്ലീറ്റ് ആവില്ല. ഓക്കെ, then next question. Adjusting heads due to is a. Adjusting heads due to is a. ഏതാ വരിക? അസറ്റ് ആണോ, ലയബിലിറ്റി ആണോ, കണ്ടീജന്റ് ലയബിലിറ്റി ആണോ? അഡ്ജസ്റ്റിംഗ് ഹെഡ്സ് ഡ്യൂ ടു. കുറച്ച് മുന്നേ ഉള്ള ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിയാൽ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും കണ്ടിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഒരു മിനിറ്റ്. ഓക്കെ, അഡ്ജസ്റ്റിംഗ് ഹെഡ്സ് ഡ്യൂ ടു ഈസ് എ അസറ്റ് ആണ് കേട്ടോ, അസറ്റ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റിംഗ് ഹെഡ്സ് ഡ്യൂ ബൈ എന്ന് വരികയാണെങ്കിൽ ഏതായിരിക്കും? അഡ്ജസ്റ്റിംഗ് ഹെഡ്സ് ഡ്യൂ ബൈ. അഡ്ജസ്റ്റിംഗ് ഹെഡ്സ് ഡ്യൂ ബൈ എന്ന് വരികയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ആൻസർ ലൈബിലിറ്റി ആവും. അത് ശ്രദ്ധിക്കണേ. ഡ്യൂ ടു എന്നാണെങ്കിൽ അസറ്റും ഡ്യൂ ബൈ എന്നാണെന്നുണ്ടെങ്കിൽ ലൈബിലിറ്റി ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് മെത്തേഡ് ഓഫ് ഡിപ്രിസിയേഷൻ ഈസ് സ്യൂട്ടബിൾ ഫോർ ലൂസ് ടൂൾസ്. ലൂസ് ടൂൾസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡിപ്രിസിയേഷൻ മെത്തേഡ് ഏതാണ്? ലൂസ് ടൂൾസ്. ഡിപ്രിസിയേഷൻ്റെ മെത്തേഡ്സും ടൈപ്സ് എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്ലാസ് തന്നെ ഡിപ്രിസിയേഷൻ ആയിരുന്നില്ലേ? റീവാലേഷൻ മെത്തേഡ് ആണ് അല്ലേ? വേറെ ഏതെങ്കിലും എക്സാമ്പിൾ പറയാൻ പറ്റുമോ റീവാലേഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്ന? റീവാലേഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്ന വേറെ ഏതെങ്കിലും ഒരു അസറ്റ് പറയാൻ പറ്റുമോ? പൊതുവേ ചോദിക്കുന്നതാണ് ഈ ലൂസ് ടൂൾസും. അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ ആണ് ഈ റിവാലേഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നതിന് എക്സാമ്പിൾ ആണ് ലൈവ് സ്റ്റോക്ക് എന്ന് പറയുന്നത് കേട്ടോ. ലൈവ് സ്റ്റോക്ക്, ലൂസ് ടൂൾസ്, ലൈവ് സ്റ്റോക്ക്, ഇത് രണ്ടും പൊതുവേ കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. റിവാലേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ലൈവ് സ്റ്റോക്കും ലൂസ് ടൂൾസും. പിന്നെ ഒന്ന് വരുന്നതാണ് ഈ കണ്ടെയ്നർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ മൂന്നെണ്ണം: കണ്ടെയ്നർ, ലൈവ് സ്റ്റോക്ക്, ലൂസ് ടൂൾസ്. റിവാലേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് വരുന്നതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ആന്വിറ്റി മെത്തേഡ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ആന്വിറ്റി മെത്തേഡ് നമ്മൾ പൊതുവേ പഠിക്കുന്ന ഒരു എക്സാമ്പിൾ ഉണ്ടല്ലോ ആന്വിറ്റി മെത്തേഡിന്. ആന്വിറ്റി മെത്തേഡ് യൂസ് ചെയ്യുന്ന എവിടെയാ? അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളാം കേട്ടോ. ക്വസ്റ്റ്യൻ വരുന്നതാണ്. ആന്വിറ്റി മെത്തേഡ് യൂസ് ചെയ്യുന്നത് പൊതുവെ എവിടെയാണ്? ലോങ് ടേം ലീസ്. നമ്മൾ ലോങ് ടേം ലീസിന് എടുക്കില്ലേ അസറ്റൊക്കെ, അങ്ങനെയുള്ള അസറ്റിന്റെ ഡിപ്രിസിയേഷൻ കാണാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ആന്വിറ്റി മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഈ റിവാലേഷൻ മെത്തേഡും ആന്വിറ്റി മെത്തേഡും കൂടുതലായിട്ടും ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞു തന്നെ ആന്വിറ്റി മെത്തേഡ് യൂസ് ചെയ്യുന്നത് എവിടെയാണ്? ലോങ് ടേം ലീസിന് റിവാലേഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നതാണ് ലൈവ് സ്റ്റോക്കും അതുപോലെ തന്നെ ലൂസ് ടൂൾസും.
കേൾക്കുന്നില്ലേ? ആരുടെയും റിപ്ലൈ ഒന്നും കാണാനില്ല. ഓക്കെ ഓക്കെ, സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റാത്ത ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ലൈവായിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ഡെൽക്രെഡർ കമ്മീഷൻ ഈസ് ഗ്രാൻഡഡ്, ബാഡ് ഡെബ്റ്റ്സ് ആർ ബോൺ ബൈ. ഡെൽക്രെഡർ കമ്മീഷൻ ഈസ് ഗ്രാൻഡഡ്, ബാഡ് ഡെബ്റ്റ്സ് ആർ ബോൺ ബൈ. ഡെൽക്രെഡർ കമ്മീഷൻ ഗ്രാൻഡ് ചെയ്യുന്ന സമയത്ത് ബാഡ് ഡെബ്റ്റ്സ് ആരാണ് എന്താ പറയുക, ബാഡ് ഡെബ്റ്റ്സിന്റെ റെസ്പോൺസിബിലിറ്റി ആർക്കാണെന്നാണ് ചോദ്യം. ആർക്കാണ്? കൺസൈനർ, കൺസൈനി, ഡെപ്റ്റർ, ക്രെഡിറ്റർ. കൺസൈനിക്കാണല്ലേ. നമ്മൾ ഡെൽക്രെഡർ കമ്മീഷൻ എന്താന്ന് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ പറയുന്നുണ്ട് അല്ലേ, ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്ന ഒരു വേർഡ് വന്നാൽ എന്താണ്? ഡെൽക്രെഡർ കമ്മീഷൻ ആണ്. അത് എന്താണ്? കൺസൈനി ആ ഒരു ബാഡ് ഡെപ്റ്റിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്ന ആ ഒരു സമയത്ത് കൺസൈനർ കൺസൈനിക്ക് കൊടുക്കുന്ന അഡീഷണൽ കമ്മീഷൻ ആണ് ഈ ഡെൽക്രെഡർ കമ്മീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാനന്ന് ക്ലാസ് എടുത്തപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡെൽക്രെഡർ കമ്മീഷന് വരണമെന്നുണ്ടെങ്കിൽ ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്ന ഒരു വേർഡ് അവിടെ ഉണ്ടായിരിക്കും അല്ലെ. കൺസൈനർ കൺസൈനിക്ക് കൊടുക്കുന്ന അഡീഷണൽ കമ്മീഷൻ ആണ് ഡെൽക്രെഡർ കമ്മീഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ കണ്ടോ, കൺസൈൻമെന്റിൽ തന്നെ 2 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. കൺസൈൻമെന്റ് ഏത് അക്കൗണ്ടാന്ന് ചോദിച്ചു ആദ്യം, ഇപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഡെൽക്രെഡർ കമ്മീഷൻ ചോദിച്ചു. അപ്പൊ കൺസൈൻമെന്റ് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് നോട്ട് എ കറണ്ട് അസെറ്റ്. കറണ്ട് അസെറ്റ് അല്ലാത്തത് ഏതാണ്? ക്യാഷ്, സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, ബിൽസ് പേയബിൾ. ഏതാണ്? അതെ, ടോട്ടൽ സെയിൽസ് നിന്നാണ് ഡെൽക്രെഡർ കമ്മീഷൻ കൊടുക്കുന്നത്. ഡെൽക്രെഡർ കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നല്ലേ അനിരുദ്ധ ചോദിക്കുന്നത്? ടോട്ടൽ സെയിൽസിന്റെ മേലെയാണ് ഡെൽക്രെഡർ കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഓക്കെ, 10ാമത്തെ ക്വസ്റ്റ്യൻ, നോട്ട് എ കറണ്ട് അസെറ്റും ചോദിച്ചാൽ ബിൽസ് പേയബിൾ ആണ് അല്ലെ. ബിൽസ് പേയബിൾ ഏതാണ്? കറണ്ട് ലയബിലിറ്റി ആണ് ബിൽസ് പേയബിൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിന്റെ ആൻസർ ബിൽസ് പേയബിൾ ആണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് ഈസ് എ. 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് ഈസ് എ. അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? പ്രോഫിറ്റ് ആണോ, അസെറ്റ് ആണോ, ലയബിലിറ്റി ആണോ, കണ്ടീജന്റ് ലയബിലിറ്റി ആണോ? അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് ലയബിലിറ്റി ആണല്ലേ. ലയബിലിറ്റി ആണ്, അതൊന്നും പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അൺഡിസ്ട്രിബ്യൂട്ടഡ് ലയബിലിറ്റി. അതുപോലെ തന്നെ അൺക്ലെയിംഡ് ഡിവിഡൻഡ്, അതെന്താ വരിക? അൺക്ലെയിംഡ് ഡിവിഡൻഡ്, അൺക്ലെയിംഡ് ഡിവിഡൻഡ് ലയബിലിറ്റി ആണോ, അസെറ്റ് ആണോ? എന്താ വരിക? അൺക്ലെയിംഡ് ഡിവിഡൻഡ്. അതെ, ലയബിലിറ്റി ആണ്. അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റും അതുപോലെ തന്നെ